ഇടിമിന്നലിൽ വീട് കത്തി നശിച്ചു. ചടയമംഗലം കളിക്കാടിനടുത്താണ് സംഭവം. വീടിന്റെ പ്രമാണവും സ്കൂൾ സർട്ടിഫിക്കറ്റുകളും ഒട്ടേറെ രേഖകളും കത്തി നശിച്ചു. ആളപായമില്ല. കടയ്ക്കലിൽ നിന്നും ഫയർഫോഴ്സ് സംഘവും പോലീസും എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. അപകടം നടക്കുന്ന സമയം വീട്ടിനുള്ളിൽ ആരുമുണ്ടായിരുന്നില്ല. വീട്ടമ്മയായ ശാന്ത തൊഴിലുറപ്പ് ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. മലപ്പുറത്ത് സ്കൂളിലെ അധ്യാപകനായ രാജീവും കുടുംബവും അമ്മ ശാന്തിയുമാണ് ഇവിടെ താമസിക്കുന്നത്. ഇടിമിന്നൽ സമയത്ത് ഇടി ചാഞ്ഞാണെന്നാണ് സംശയം. ഇടി ചാഞ്ഞാണ്. അപ്പോൾ നമ്മുടെ വീടിനകത്തുള്ള രേഖകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. വീട് മൊത്തം വാസയോഗ്യമല്ലാത്ത രീതിയിൽ നശിച്ചു പോയിരിക്കുകയാണ്. വീട്ടിൽ ആൾക്കാരും ഇല്ലായിരുന്നു. അമ്മ തൊഴിലുറപ്പ് പോയിരുന്നു. തൊട്ടടുത്ത വീട്ടിലെ ചേട്ടന്മാരുടെ മക്കളൊക്കെ അടുത്ത വീടുകളിൽ പോയി. ഭയങ്കര ഒരു ഇടിയുടെ വലിയ ശബ്ദം. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ എത്തിയ സമയത്ത് ഇവിടെ തീ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഫയർഫോഴ്സിനെ അറിയിച്ചു. കടയ്ക്കൽ ഫയർഫോഴ്സ് വന്നു. വാർഡ് മെമ്പർ അതുപോലെ തന്നെ അടുത്ത പ്രദേശങ്ങളിലുള്ളവരെല്ലാം കൂടി അവർ വന്ന് വെള്ളം കോരി ഒഴിച്ച് തീയണച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ എത്തുന്നത്. വാർഡ് മെമ്പർ സിന്ധുകുമാരി, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് കള്ളിക്കാട് വാർഡിലാണ് ഇന്ന് ഒരു 3-3:30 മണിയോടുകൂടി ഈ ഒരു ദാരുണ സംഭവം നടന്നത്. ഇടിചാഞ്ഞാണ് ഇത് തീപിടുത്തം ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ മൊത്തം ഒരുപാട് നാശനഷ്ടങ്ങൾ. ഇവിടുത്തെ ഇവർക്കുള്ള ഇളയ മോന് സ്കൂളിലാണ് ജോലി. അവർക്കുള്ള സ്കൂൾ സർട്ടിഫിക്കറ്റ്, കുഞ്ഞുങ്ങളെ സർട്ടിഫിക്കറ്റുകൾ, ഒരുപാട് രേഖകളെല്ലാം നശിച്ചു പോയി. അതുപോലെ തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ. ഭിത്തികളെല്ലാം പൊട്ടി. ഇനി ഇത് വീടിന് ഒന്നിനും താമസിക്കാനായിട്ട് ഈ വീട് ഉപയോഗമല്ല. എല്ലാവരും ഇത് അധികാരികൾ ഇതെടുത്ത് നല്ലതുപോലെ ഇത് കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട കുടുംബമാണ്. അവരെ സഹായിക്കേണ്ട ചുമതല നമുക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.